മറ്റൊരു പ്രധാന ഘടകം പ്രവാസ ജീവിതമാണ്, പ്രവാസികളുടെ പങ്കാണ്. പ്രവാസികൾ പ്രത്യേകിച്ച് ഗൾഫിലേക്കുള്ള പ്രവാസ ജീവിതം, അത് ഗൾഫിലേക്ക് വന്ന പ്രവാസി സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ. അവരെല്ലാം ഏറിയ കൂറും നാടിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്നവരാണ്. അതിൻ്റെ ഫലമായി നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വലിയ പങ്കാണ് അവർ വഹിച്ചത്. അവരയക്കുന്ന പണം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല, അവിടുത്തെ മുടക്കമില്ലാത്ത കഞ്ഞികുടിക്ക് ഇടയാക്കി എന്താണ് കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാസ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, പ്രവാസികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് പ്രവാസികളായി വന്നിരുന്നവർ വലിയ തോതിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന, മാനുഷികാധ്വാനം ചെയ്യേണ്ടി വരുന്ന ആളുകളായിരുന്നു. കാരണം വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്. എന്നാൽ 1957 അതിന് മാറ്റം കുറിച്ചു. കേരളത്തിൽ സാർവത്രിക വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചു. എല്ലായിടങ്ങളിലും നടന്നെത്താവുന്ന ദൂരത്ത് കുട്ടികൾക്ക് സ്കൂളുണ്ടെന്നുള്ള സ്ഥിതി വന്നു. അവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടന്നെത്താവുന്ന ദൂരത്ത് കോളേജ് വരെയാകുന്ന സ്ഥിതി വന്നു. മാത്രമല്ല, ഏത് പാവപ്പെട്ട കുടുംബത്തിലെ വിദ്യാർത്ഥിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള അവസരം ലഭിച്ചു. കാരണം ഫീസ് കൊടുക്കേണ്ടതില്ല എന്നീ അവസ്ഥ വന്നു. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ വന്നു? അതിന് 1957 തുടക്കം കുറിച്ചു. പിന്നീട് 67 ആയപ്പോൾ കൂടുതലത് വ്യാപിപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ നാട്ടിലെ കുട്ടികളെല്ലാം നല്ല തോതിൽ വിദ്യാഭ്യാസത്തിൽ ആകർഷകരായി. നിങ്ങൾ ആ തലമുറയുടെ ഭാഗമായി എത്തിയവരാണ്. ആ നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടിയതിൻ്റെ ഭാഗമായി പ്രവാസ ജീവിതം നയിക്കാനിടയായവരാണ്. പഴയ തലമുറയിൽപ്പെട്ടവരല്ല നിങ്ങൾ. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ കാണാൻ സാധിക്കും അതിൻ്റെ മാറ്റം. നിങ്ങൾ അറിയുന്നവരായതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ പ്രവാസികൾ പങ്കുവഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നാടിൻ്റെ ഈ സാഹചര്യം പ്രവാസികളുടെ മാറ്റത്തിനും ഇടയാക്കിയിട്ടുണ്ട് എന്നത് കാണേണ്ടതായിട്ടുണ്ട്, കൂടുതലായിട്ട് പറയേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ പ്രവാസികൾ പങ്കുവഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നാടിൻ്റെ ഈ സാഹചര്യം പ്രവാസികളുടെ മാറ്റത്തിനും ഇടയാക്കിയിട്ടുണ്ട് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട് എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല മോഡലായി വന്നു. പക്ഷേ അത് അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ദൗർബല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഘട്ടം എത്തിയപ്പോൾ അതിലേക്കും നാട് കടന്നു. കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മൾ കാണാതിരിക്കരുത് എന്ന നിലയെടുത്തു. കൂടുതൽ വികസനത്തിലേക്ക് പോകണം, കുറവുകൾ പരിഹരിക്കണം എന്നെല്ലാമുള്ള നില സ്വീകരിക്കുകയുണ്ടായി.